നമസ്കാരം, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ തങ്കമണിയുടെ റിവ്യൂ പറഞ്ഞുകൊണ്ട് നമ്മുടെ അശ്വിൻ കോക്ക് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ആൾക്കാരും പ്രതീക്ഷിച്ചിരിക്കുന്ന റിവ്യൂ ആണല്ലോ അശ്വിൻ കോക്ക്. കാര്യം എനിക്കൊന്ന് സിനിമ റിലീസായതിൻ്റെ അന്ന് അശ്വിൻ കോക്ക് റിവ്യൂ ഒന്നും പറഞ്ഞില്ല. കാര്യം മാറ്റം കൊണ്ടല്ല, സിനിമയുടെ റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള വിഗും അതിനുള്ള ആ ഒരു കോസ്റ്റ്യൂംസ് ഒക്കെ അശ്വിൻ കോക്ക് ഷോപ്പിൽ പോയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്നെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണ്ട റിവ്യൂ എടുക്കാൻ. അതിൻ്റെ പേരിൽ സിനിമ ഇറങ്ങി പിറ്റേ അതിൻ്റെ അടുത്ത ദിവസമാണ് റിവ്യൂ വന്നിട്ടുള്ളത്. എന്തായാലും അശ്വിൻ കോക്കിന്റെ റിവ്യൂസ് നിങ്ങൾ എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും. എന്തായാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടേക്ക് ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക്. തങ്കമണി തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ഏഷ്യാനെറ്റിൽ. ഒരു കൂതറ സെറ്റ് വിട്ടു വെച്ചിട്ടുണ്ട് അവിടെ. ഇങ്ങനെ 1980കളിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകളുമായിട്ട് പോലും ഇത് താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് അന്ധകാലത്ത് സീരിയൽസ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് പ്രദർശിപ്പിക്കേണ്ടിരുന്ന ഒരു സീരിയലാണിത്. ജനപ്രിയ നായകൻ ദിലീപേട്ടനാണ് അഭിനയിച്ചിരിക്കുന്നത്. ദിലീപേട്ടൻ 2 ഗെറ്റപ്പിലുണ്ട്. ദിലീപേട്ടൻ്റെ പേര് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരൊന്നൊന്നര പേരാണ്. അഭേൽ ജോഷ്വ മാത്തൻ. ഇടയ്ക്കിടയ്ക്ക് പുള്ളി തന്നെ അപ്പൊ കണ്ടല്ലോ, ഇതൊക്കെയാണ് അശ്വിൻ കോക്ക് പറയുന്നത്. കാര്യം അന്ധകാലത്തില് ഒരു സീരിയൽ അതാണെങ്കിൽ ഒരു സീരിയലൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അന്ന് ചെയ്യേണ്ടിരുന്ന ഒരു ലക്ഷണം മൊത്ത സീരിയൽ എന്നാണ് അശ്വിൻ കോക്ക് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അശ്വിൻ കോക്ക് പറയുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ യോജിക്കുന്നുണ്ട്. കാര്യം വെച്ചാൽ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ നമുക്കൊരു സീരിയൽ പോലൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും എന്താണ് നമുക്ക് വലിയ കുഴപ്പമില്ലാതൊക്കെ ഇരുന്ന് ഒരു വൺ ടൈം വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ തങ്കമണി എന്ന് പറയുന്നത്. അല്ലാതെ ഈ അശ്വിൻ കോക്ക് പറയുന്നതിൻ്റെ കൂട്ട് തന്നെ അത്രത്തോളം വലിയൊരു ഭീകരതയൊന്നും ഞാൻ ഈ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ശരിയാണ്, ചില സ്ഥലങ്ങളൊക്കെ ചില ഏരിയയൊക്കെ നമ്മൾ വരുമ്പോൾ നമുക്കൊരു സീരിയൽ ടച്ചും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ വരുന്നുണ്ട്. പക്ഷേ എങ്കിലും അത് അത്രത്തോളം ഒരു അറിപോറെന്നൊന്നും നമുക്ക് പറയാൻ കഴിയുന്നില്ല. കാര്യം ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം മഞ്ഞിൾ ബോയ്സ് സിനിമ വന്നിട്ടുണ്ടായിരുന്നു. അതും ഒരു റിയൽ സ്റ്റോറിയാണ്. അതേകൊണ്ട് ഇപ്പോൾ ഈ തങ്കമണി എന്ന് പറയുന്ന ഈ ഒരു കഥയും അതും റിയൽ സ്റ്റോറിയാണ്. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല. ഈ മഞ്ഞിമൽ ബോയ്സിൽ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു സ്ഥലത്ത് പോയി ഒരു ഗുഹയിൽപ്പെടുന്ന ആൾക്കാരെ രക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു കഥയും കാര്യങ്ങളൊക്കെയാണ് അതൊരു കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതൊരു നാട്ടിൽ നടന്ന റിയൽ ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ്. അതായത് അവിടെ പോലീസ് അവിടെ നടന്നായിട്ടും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അന്നേരം കുറച്ച് വയലൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു സിനിമയാണ് നമ്മുടെ ഈ ഒരു തങ്കമണി. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ കോസ്റ്റ്യൂംസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു പഴയകാല 1986 ഒരു കോസ്റ്റ്യൂംസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ അശ്വിൻ കോക്ക് പറയുന്നതിൻ്റെ കൂടെ തന്നെ വിഗൊന്നും അത്രത്തോളം ഒരു അറിബോറൊന്നും പറയാനൊന്നുമില്ല. വലിയ കുഴപ്പമില്ല, എങ്കിലും കുറച്ചുകൂടെ ഒക്കെ വരാമായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. അല്ലാതെ ഇയാൾ പറയുന്നതിൻ്റെ കൂടെ തന്നെ ഇതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, അല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇതിൻ്റെ സംവിധായകന്മാരല്ലെന്നുണ്ടെങ്കിൽ ഇതിന് കോസ്റ്റ്യൂം ഡിസൈനറൊക്കെ ചെയ്തത് വളരെ അറിബോറെന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരൻ അംഗീകരിക്കാൻ പറ്റത്തില്ല അത് മുഴുവനായിട്ടും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് ശരിയാണ്, പക്ഷേ എങ്കിലും ഒരു സിനിമ തകർക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സിനിമ തകർക്കാൻ ഏത് റിവ്യൂവിനെ കൊണ്ടും സാധിക്കും. പക്ഷെ ഇത് അത്രത്തോളം അറിബോറെന്ന് നമുക്ക് പറയാനില്ല. ഒരു വൺ ടൈം വാച്ചിങ് ഫിലിമാണ്. അല്ലാതെ അശ്വിൻ കോക്ക് പറയുന്നതിൻ്റെ കൂട്ട് തന്നെ ഇതൊരു അറിബോറൻ സിനിമ എന്നൊന്നും അവകാശപ്പെടാൻ ഞാൻ തയ്യാറാവത്തില്ല. കാര്യം നമ്മൾ കണ്ടതിനകത്ത് നമുക്ക് എന്താണ് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫൊക്കെ കുറച്ച് ലാഗായിട്ടൊക്കെ ഫീൽ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് പടം പോകുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഈ വയലൻസും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ പറയുന്നത് ദിലീപിന് 2 വേഷങ്ങളായിട്ടാണ് ഇതിനകത്ത് വരുന്നത്. ആദ്യത്തെ ഒരു ചെറുപ്പത്തിലുള്ള പിന്നെ കുറച്ച് താടിയൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇവരെല്ലാവരും പറഞ്ഞത് ഈ കോസ്റ്റ്യൂം ഒന്നും അത്രത്തോളം ശരിയായിട്ടില്ല, പിന്നെ ഫുള്ളായിട്ടൊരു സീരിയലിൻ്റെ ഒരു പശ്ചാത്തലം പോലെയൊക്കെയാണ് തോന്നിയതെന്നൊക്കെ തോന്നുമ്പം അങ്ങനൊന്നും നമ്മൾ കണ്ട് അങ്ങനൊന്നും നമുക്ക് ജഡ്ജ് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാര്യം ഈ പറയുന്ന ആളൊക്കെ കൊണ്ട് ഒരു സിനിമ എടുക്കാനൊന്നും സാധിക്കത്തില്ലല്ലോ. ആദ്യം നിങ്ങളെന്തെങ്കിൽ ഇത്രത്തോളം വലിയ റിവ്യൂ ഒക്കെ പറയുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സിനിമ എടുത്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. പിന്നെ എന്താണെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഒരു വൺ ടൈം വാച്ചിങ് ഫിലിം തന്നെയാണ് കേട്ടോ നമ്മുടെ തങ്കമണി. അല്ലാതെ ഇത്രത്തോളം ഒരു കുറ്റം പറയാനൊന്നും ഈ സിനിമയിൽ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഒരു കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ അശ്വിൻ കോക്കിനോട് യോജിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. എല്ലാ ആൾക്കാരും അറിയില്ല, ഒരുപാട് കഷ്ടപ്പാടാണ് ഒരു സിനിമയുടെ പറയുന്നത്. അപ്പോൾ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു സിനിമ മേക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ഒരൊറ്റ റിവ്യൂസ് കൊണ്ട് ആ ഒരു സിനിമ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കുറേ ആൾക്കാരെങ്കിലും അയാൾ പറഞ്ഞ് വിശ്വസിച്ച് പടം കാണാതിരിക്കുന്ന ആൾക്കാർ കാണും. അപ്പോൾ അതിൻ്റെ പേരിലാണ് കേട്ടോ. നിങ്ങളെല്ലാവരും സിനിമ പോയി ഒരു പ്രാവശ്യമെങ്കിലും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സൈനിങ് ഓഫ്, നൗ സ്റ്റോക്സ്, ഗുഡ് ബൈ.